ഇത് തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് കന്യാസ്ത്രീ മഠത്തിന്റെ മുഖ്യ കവാടമാണ്. മാലിന്യ പ്ലാന്റിനായി അനുവാദം നൽകിയ കന്യാസ്ത്രീ മഠ അധികൃതർക്ക് നഗരസഭ നൽകിയ പ്രത്യുപകാരമാണ്. പ്രധാന കവാടത്തിന്റെ മുൻഭാഗം പോലും പരിഗണിക്കാതെ നഗരസഭ ഇവിടെ മാലിന്യങ്ങൾ തള്ളുകയാണ്. ഇവിടെ ജീവിക്കുന്ന കന്യാസ്ത്രീകളോട് പോലും നിഷ്കർണമായി പ്രവർത്തിക്കുന്ന നഗരസഭയുടെ പ്രവൃത്തി ഏറെ പ്രതിഷേധമുയർത്തുകയാണ്. ആശുപത്രിയും സ്കൂളും ദേവാലയവും ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് 2017 പരീക്ഷണാടിസ്ഥാനത്തിൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ആരംഭിച്ചത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ മാറ്റി സ്ഥാപിക്കാമെന്ന ഉറപ്പിലാണ് നഗരസഭ അധികൃതർ ഇവിടെ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ച് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ പരിസരമാകെ ദുർഗന്ധപൂരിതമാവുകയും പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഇത് കോടതി, റവന്യൂ ഓഫീസർ, കലക്ടർ, ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രിക്ക് വരെ ഇത് പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ യാതൊരു പ്രയോജനമില്ല. ഫർദർ കൺസ്ട്രക്ഷൻ നടത്തരുതെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നൊരു ഓർഡറുണ്ട്. ഇത് ഞാൻ അയൽവക്കത്ത് താമസിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് മകൻ്റെ പിള്ളേരുണ്ട്. ധാരാളം ആൾക്കാർ ഇതുവഴി ബസ് സ്റ്റാൻഡ്, ബോട്ടിയെട്ടി വഴിക്കൊക്കെ പോകുന്നവരാണ്. പക്ഷേ ഇത് പരാതിപ്പെട്ട് മനുഷ്യൻ കുഴയുന്നതല്ലാതെ ഒരു തീരുമാനമില്ല. കാണയുടെ മേളിൽ കൊണ്ടാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. എലിയോ ഇതുപോലൊരു എലി സംഭരണ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വൃത്തികേടായിട്ടാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിവിടുന്ന് മാറുന്നതാണ് നല്ലത്. ഇത് മാറിയിട്ട് മുനിസിപ്പാലിറ്റിക്ക് തന്നെ പല സ്ഥലങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ട് കൊണ്ടുവച്ചാൽ പരിസരവാസികൾക്ക് അവിടെ കൊണ്ട് വേസ്റ്റ് സംഭരിക്കാം, കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈ പരിസ്ഥിതി പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ ഇതൊന്ന് പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ പ്രാർത്ഥനയും അത് തന്നെയാണ്. ഇതൊന്ന് സാധിച്ചു കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാൻ കോൺവെന്റ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ നിവേദനം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പരാതികളും നിവേദനങ്ങളും പരിഗണിക്കപ്പെട്ടില്ല. മാത്രമല്ല, പ്രദേശത്തെ ജനങ്ങളെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും ദ്രോഹിക്കുന്ന തരത്തിൽ നഗരസഭാ അധികൃതർ പ്രദേശത്ത് വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിവരികയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത്തരത്തിലുള്ളൊരു പ്രോപ്പർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നടത്തേണ്ട ഈ സമയത്ത് ഇതുപോലൊരു ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ മഠം, ഓർഫനേജ്, പള്ളി മുതലായവ ഉള്ള ഈ ഒരു പ്രദേശത്ത് ഇതുകൊണ്ട് എത്തിച്ചിരിക്കുന്നത് വളരെ ഒരു ഉപദ്രവം, ജനങ്ങൾക്ക് ഉപകാരം എന്നുള്ള ഉപരി ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം നമുക്ക് ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ മുനിസിപ്പാലിറ്റി തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇതുപോലത്തുള്ള എയറോബിക് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ സ്ഥലത്ത് മാത്രം കൊണ്ടുവന്നിട്ട് അവർ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഇതുമൂലം ഈ പരിസരത്ത് താമസിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. നമ്മൾ ബാക്കിയുള്ളവരുടെ ഇത് നോക്കുമ്പോൾ എല്ലാവർക്കും കൊണ്ട് വേസ്റ്റ് അവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ട് അവർക്ക് അവരുടെ വീടുകളിൽ പോയാൽ മതി. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതല്ല. നമ്മളവിടെ സ്ഥിരം ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ചവറുകളെല്ലാം കൂന കൂട്ടി കൊണ്ടിട്ടിരിക്കുകയാണ്. ഇത് എത്ര നാളായി? ഇത് ഈ കഴിഞ്ഞ മാസം അവസാനം ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതൊരു ഗേറ്റിന് മുന്നിൽ വരെ ആയി. ഈ നടക്കാൻ പോലും ഇതില്ല. വെള്ളം പോകാൻ കാണയുടെ മുകളിൽ കൊണ്ടാണ് ഇതെല്ലാം പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാം ബുദ്ധിമുട്ട്, ഇവിടുത്തെ വീട്ടുകാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ഈ ഒരു എയറോബിക് പ്ലാന്റ് പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വിധത്തിലും എല്ലാവരോടും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളും എല്ലാം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് മാറ്റി വേറൊരു ആൾ താമസം ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു റിമോട്ട് ഏരിയയിൽ കുറച്ച് താമസിച്ച എന്തായാലും എല്ലാവരും ഇവിടുന്ന് വേസ്റ്റ് കൊണ്ടിടാൻ എല്ലാവരും പാത്രങ്ങളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് അവർ ആ സ്ഥലത്താണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് അവർ നിക്ഷേപിക്കുന്ന രീതിയിലാക്കി തരണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഓർത്തെങ്കിലും ഇത് വേണ്ട ആൾക്കാർ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് കാണുമെന്നും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരാതികൾ പരിഹരിക്കപ്പെടാതെയായതോടെ വിഷയം നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ നടപടികൾക്കിടയിലും മാലിന്യങ്ങൾ തള്ളുന്ന നഗരസഭയുടെ പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടെ തുടരുകയാണ്. കന്യാസ്ത്രീ മഠത്തിന്റെ പ്രവർത്തന ഗേറ്റ് തുറക്കാൻ കഴിയാത്ത വിധമാണ് മുനിസിപ്പാലിറ്റി മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. മഴക്കാലം അടുക്കാനിരിക്കെ പ്ലാന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗഭീതിയിലാണ് നാട്ടുകാർ.